ആനന്ദകരമായ അനുഭൂതികളിൽ അധിഷ്ഠിതമാണ് സന്തോഷമെങ്കിൽ കൂടുതൽ സന്തോഷിക്കുന്നതിനായി നമ്മൾ നമ്മുടെ ജീവരാസവ്യവസ്ഥയെ പുനഃസംവിധാനം ചെയ്യേണ്ടിയിരിക്കുന്നു. ജീവിതം അർത്ഥവത്താണെന്ന നമ്മുടെ ചിന്തയിൽ നിന്നുമാണ് സന്തോഷം ഉത്ഭവിക്കുന്നതെങ്കിൽ മിഥ്യാബോധത്തിൽ നിന്നും ഫലപ്രദമായി ഒഴിഞ്ഞു നിൽക്കാൻ നമുക്ക് കഴിയണം. ഇവ കൂടാതെ സന്തോഷത്തിലേക്ക് മൂന്നാമതൊരു വഴി കൂടിയുണ്ടോ? മുകളിൽ പരാമർശിച്ച രണ്ട് വീക്ഷണങ്ങളും സന്തോഷം എന്നാൽ വ്യക്തിനിഷ്ഠമായ അനുഭൂതികളാണെന്ന ആശയപരിസരം പങ്കിടുന്നവയാണ്. മനുഷ്യരുടെ ആനന്ദ നിലയെ അറിയുവാനായി അവരുടെ അനുഭൂതികളെ ആരാഞ്ഞാൽ മതിയാകും. സമകാലത്തെ പ്രാമാണിക മതമായി ലിബറലിസം സ്വീകരിക്കപ്പെട്ടിരിക്കുന്നതിനാൽ നമുക്കിത് യുക്തിസഹമായി തോന്നുകയും ചെയ്യും. വ്യക്തികളുടെ ആത്മനിഷ്ഠമായ അനുഭൂതികളെ ലിബറലിസം പവിത്രമായി കരുതുന്നു. ലിബറലിസം പരമമായ ആധികാരികത ഈ അനുഭൂതികൾക്ക് നൽകുന്നുമുണ്ട്. എന്താണ് നല്ലത്, എന്താണ് ചീത്ത, എന്താണ് സുന്ദരം, എന്താണ് വൈകൃതം, എന്താണ് ആകാവുന്നത്, എന്താണ് ആകാൻ പാടില്ലാത്തത് ഒക്കെ നിർണ്ണയിക്കുന്നത് വ്യക്തിയുടെ അനുഭൂതികളാണ്. സംവിധായകർക്ക് ശരിതെറ്റുകൾ അറിയാം. അതിനാൽ ഉന്നതരുടെ ഉപദേശങ്ങൾ അസ്ഥാനത്താണ് എന്നതാണ് ലിബറലിസത്തിൻ്റെ അടിസ്ഥാനം. വാങ്ങുന്നവനാണ് എപ്പോഴും ശരി എന്ന സമീപനത്തിൽ ഉറച്ചതാണ് ലിബറൽ സാമ്പത്തിക ശാസ്ത്രം. ഭ്രഷ്ടാവാണ് സൗന്ദര്യത്തെ നിർണ്ണയിക്കുന്നതെന്ന് ലിബറൽ ചിത്രകല ഉറപ്പിക്കുന്നു. ലിബറൽ കലാലയങ്ങളിലും സർവകലാശാലകളിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾ സ്വയം ചിന്തിക്കാനും തീരുമാനിക്കാനും അഭ്യസിക്കപ്പെടുന്നു. അതങ്ങ് ചെയ്തേക്കൂ എന്ന പരസ്യങ്ങൾ സദാ നമ്മളെ ആഹ്വാനം ചെയ്യുന്നു. ആക്ഷൻ സിനിമകളും സ്റ്റേജ് നാടകങ്ങളും കണ്ണീർ സീരിയലുകളും ജനപ്രിയ നോവലുകളും പാട്ടുകളുമെല്ലാം നമ്മെ നിരന്തരം ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്യുക, നിങ്ങളെ കേൾക്കൂ, നിങ്ങളുടെ ഹൃദയത്തെ പിന്തുടരുക. ജാങ് ജാക്കീസ് റൂസോ എന്ന ഒരു ക്ലാസിക്കിൻ്റെ ഗാംഭീര്യത്തോടെ പറഞ്ഞിട്ടുണ്ട്: നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് തന്നെയാണ് ശരി. നിങ്ങൾക്ക് ചീത്തയെന്ന് തോന്നുന്നത് തീർച്ചയായും ചീത്തയായിരിക്കും. കൊച്ചുനാൾ മുതൽ ഇത്തരം വാദമുഖങ്ങൾ രുചിച്ചു വളർന്ന ഒരാൾ സന്തോഷം എന്നത് തികച്ചും ആത്മനിഷ്ഠമായ ഒരനുഭൂതിയാണെന്ന് വിശ്വസിക്കാനാവും താൽപ്പര്യപ്പെടുക. താൻ സന്തുഷ്ടയാണോ ദുഃഖവതിയാണോ എന്ന് വ്യക്തിക്ക് സ്വയം നിർണ്ണയിക്കാനാവുമെന്നും അയാൾ കരുതും. ഇത് ലിബറലിസത്തിൻ്റെ തനതായ ഒരു വീക്ഷണമാണ്. നന്മയെയും സൗന്ദര്യത്തെയും അളക്കാനായി വസ്തുനിഷ്ഠമായ അളവുകോലുണ്ടെന്നും വസ്തുക്കൾ എപ്രകാരമായിരിക്കണം എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണ